കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം പള്ളത്ത് ട്രെയിൻ തട്ടി മരിച്ചത് മോഷണ കേസുകളിലെ പ്രതികൾ. മോഷ്ടിച്ച മൊബൈൽ ഫോണുകൾ റെയിൽവേ ട്രാക്കിലിരുന്ന് പരിശോധിക്കുന്നതിനിടെ അബദ്ധത്തിൽ ട്രെയിൻ തട്ടിയതാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം പള്ളത്ത് ഇന്ന് പുലർച്ചെ 5:30 അപകടം. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി അന്വേഷണം നടത്തിയാണ് മരിച്ച യുവാക്കളെ തിരിച്ചറിഞ്ഞത്. നെല്ലിക്കട്ട നെക്രജ സ്വദേശികളായ മുഹമ്മദ് സാഹിർ, നിഹാൽ എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങളുടെ സമീപം 4 മൊബൈൽ ഫോണുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് സംശയം തോന്നി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ച 2 പേരും മോഷണ കേസുകളിലെ പ്രതികളാണെന്ന് തിരിച്ചറിഞ്ഞത്. മോഷ്ടിച്ച മൊബൈൽ ഫോണുകൾ റെയിൽവേ ട്രാക്കിലിരുന്ന് പരിശോധിക്കുന്നതിനിടെ അബദ്ധത്തിൽ ട്രെയിൻ തട്ടിയെന്നാണ് പ്രാഥമിക നിഗമനം. റെയിൽപാളത്തിൽ 2 പേർ ഇരിക്കുന്നതായി കണ്ടിരുന്നുവെന്ന് ലോക്കോ പൈലറ്റ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ട്രെയിനിൽ ചാടിയതല്ല, ആരും പിടിച്ചു തള്ളിയതല്ല, അവിടെ ഇരുന്നതായിട്ടാണ് ലോക്കോ പൈലറ്റ് പറയുന്നത്, കണ്ടയാൾ പറയുന്നത്. ലോക്കോ പൈലറ്റിനെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് വലിയ സംശയങ്ങളൊന്നും ഇതുവരെ ഇല്ല. അന്വേഷണത്തിൽ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം അടുത്ത അന്വേഷണം. ഗുഡ്സ് ട്രെയിൻ തട്ടിയാണ് യുവാക്കൾ മരിച്ചത്. മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അമൃത ന്യൂസ്, കാസർഗോഡ്.